നമസ്കാരം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാർകോഴയിൽ ബാബുവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന്. ആരോപണം ശരിവെക്കുന്ന മൊഴികൾ അവഗണിച്ചു. കൂടുതൽ തെളിവ് ബാബുവിനെതിരെ. He had no direct contact. He did not give money. But in this case, he says that he has directly given the money. ഇരട്ട നീതി പാടില്ല എന്ന് KPCC യോഗത്തിൽ PJ കുര്യൻ. ആരോപണത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ലെന്ന് മുഖ്യമന്ത്രി. തിരിച്ചുവരവിന് ഇനി താല്പര്യമില്ലെന്ന് KM മാണി. തന്നെ കേൾക്കാത്ത കോടതി വിധി കണക്കിലെടുക്കുന്നില്ല. എനിക്ക് വലിയ തിരിച്ചു വരണമെന്നൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പരാമർശനമൊക്കെ ഒഴിവായി പോവും. അത് വേറെ കാര്യം. മന്ത്രിസ്ഥാനത്തിരുന്ന് ആരെയും ദ്രോഹിച്ചില്ല. ജനസമക്ഷമെത്താൻ മനസാക്ഷി കുത്തില്ല. ദേവസ്വം ബോർഡിൽ പ്രാതിനിധ്യം കിട്ടാത്തതിൽ അമർഷവുമായി RSP. ഇനിയും അവഗണിച്ചാൽ മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്ന് A അസീസ്. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ല. ഞങ്ങളുടെ കത്തിന് മറുപടി നൽകിയില്ല. ഉഭയകക്ഷി ചർച്ചയൊന്നും നടത്തിയില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതന്റെ പിന്തുണ സ്വീകരിക്കാൻ KPCCയിൽ ധാരണ. ഗ്രൂപ്പ് പോര് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് VM സുധീരൻ. 6 DCCകൾ വീഴ്ച വരുത്തി. BJPയിലേക്കുള്ള വോട്ട് ചോർച്ചയിൽ ജാഗ്രത വേണമെന്ന് യോഗത്തിൽ അഭിപ്രായം. മലപ്പുറത്തെ വോട്ടിംഗ് യന്ത്ര തകരാർ അസ്വാഭാവികമെന്ന് നിർമ്മാണ കമ്പനി. തുടരന്വേഷണം നടത്താൻ കമ്മീഷൻ തീരുമാനം. കേന്ദ്ര കമ്മീഷന്റെ സാങ്കേതിക സഹായം തേടി. ചന്ദ്രബോസ് വധക്കേസിൽ നിഷാമിന്റെ ഭാര്യ അമൽ കൂറുമാറി. ചന്ദ്രബോസിനെ മർദ്ദിച്ച് കാറിൽ കയറ്റുന്നത് കണ്ടു എന്ന മൊഴി മാറ്റി. ചന്ദ്രബോസിന്റേത് അപകട മരണമാണെന്നാണ് പുതിയ മൊഴി. ജ്വല്ലറി ഉടമ അറ്റ്ലസ് രാമചന്ദ്രന് 3 വർഷത്തെ ജയിൽ ശിക്ഷ. ദുബായ് കോടതിയുടെ വിധി വണ്ടിച്ചെക്ക് കേസിൽ. അപ്പീൽ നൽകുമെന്ന് രാമചന്ദ്രന്റെ അഭിഭാഷകൻ. ത്രിദിന സന്ദർശനത്തിന് പ്രധാനമന്ത്രി ബ്രിട്ടനിൽ. ഡേവിഡ് കാമറൂണുമായി ചർച്ച നടത്തും. പ്രതീക്ഷിക്കുന്നത് 1500 കോടിയുടെ വ്യാപാര കരാർ. പ്രമുഖ CEOമാരുമായി മോദി ചർച്ച നടത്തും. ടിപ്പു ജയന്തി വിവാദത്തിൽ ഇളകിമറിഞ്ഞ് കർണാടക. ഗിരീഷ് കർണാടന് വധഭീഷണി. കർണാടന് കൽബുർഗിയുടെ ഗതിയെന്ന് ഭീഷണി സന്ദേശം. നാളെ BHPയുടെ ബന്ദ്. ഓൾ സ്റ്റാർ ലീഗ് 2020 പരമ്പര വോൺസ് വാരിയേഴ്സിന്. സച്ചിൻ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് 57 റൺസിന്. ആൻഡ്രൂ സൈമൺസിന് 4 വിക്കറ്റ്. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതനായി മത്സരിച്ച് ജയിച്ച PK രാഗേഷിന്റെ പിന്തുണ സ്വീകരിക്കാൻ KPCCയിൽ ധാരണ. കണ്ണൂരിൽ ഭരണം വേണമെന്നാണ് എക്സിക്യൂട്ടീവിൽ പൊതുവിൽ ഉയർന്ന വികാരം. വർഗീയ ഫാസിസത്തിനെതിരെയും അസഹിഷ്ണുതയ്ക്കെതിരെയും യാത്ര സംഘടിപ്പിക്കാൻ KPCC തീരുമാനിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത്, ആദ്യം വിമതർക്കെതിരായ നടപടികൾ അത് ഒഴിവാക്കാനാണ് തീരുമാനം. തീർച്ചയായും നികേഷ്, വിമതർക്കെതിരായ നടപടി അത് DCCകൾ എടുത്ത നടപടിയാണ് ഒഴിവാക്കുന്നത്. PK രാഗേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ DCC ആണ് നടപടിയെടുത്തതെന്ന് VM സുധീരൻ പറയുന്നുണ്ട്. എന്തായാലും കണ്ണൂരിൽ സ്ഥാനം, അതായത് കോർപ്പറേഷൻ കോൺഗ്രസിന് ഭരണം വേണം. അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ KC ജോസഫും K സുധാകരനും അടങ്ങുന്ന അവിടെ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുവെ KPC യോഗത്തിലെടുത്തൊരു തീരുമാനവും വിമതന്മാരുടെ പിന്തുണ സ്വീകരിക്കാം. അതാത് സ്ഥലങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കായിരിക്കും ഇതിന്റെ ചുമതല. ഇക്കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കാൻ എന്തായാലും കണ്ണൂരിൽ രാഗേഷിന്റെ പിന്തുണ സ്വീകരിക്കും. മറ്റു കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ VM സുധീരൻ പറയുന്നത്? പ്രധാനമായും BJPയുടെ കടന്നുകയറ്റത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയുണ്ടായിരുന്നത്. ഒപ്പം തന്നെ VM പറയുന്നത് അകന്ന് നിന്ന ജനവിഭാഗങ്ങളെ അടുപ്പിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. വർഗീയതയ്ക്കെതിരെ, BJPയുടെ വർഗീയതയ്ക്കെതിരെ തന്നെ ക്യാമ്പയിൻ നടത്തും. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ പ്രത്യേക ക്യാമ്പയിൻ ഉണ്ടാകും. VM സുധീരന്റെ നേതൃത്വത്തിൽ ജനുവരി 4 മുതൽ ജനരക്ഷായാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് തന്നെ ഓരോ ജില്ലയിലെ നേതാക്കളെയും വിളിപ്പിച്ച് 23, 24, 26 വരെയുള്ള തീയതികളിൽ പ്രത്യേക ചർച്ചകളും നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി വലിയ രീതിയിലുള്ള ഒരു തോൽവി ആയിരുന്നില്ല. പക്ഷേ ഇതിനായി ഓരോ ജില്ലകളിലെ കാര്യങ്ങളും പരിശോധിക്കാൻ ഓരോ KPC പ്രതിനിധികളെ നിയോഗിച്ചു. ശ്രീജിത്ത്, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ മുന്നിലേക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം UDFുമായി ബന്ധപ്പെട്ട ആരുടെയും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞു. ഇതിനു മുൻപ് DCCകൾ എടുത്തു കഴിഞ്ഞാൽ 2 ജില്ലകളോട് ശുപാർശ എല്ലായിടത്തും
അല്ലാതെ ഞങ്ങളത് എത്രയും വേഗത്തിൽ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലുള്ള വിക്ടറി ഉണ്ടായില്ല. അല്ല, എനിക്ക് അതങ്ങനെ ഒരു ഇഷ്യൂ മാത്രമാണ്. പല കാരണങ്ങളുണ്ട് അതിനകത്ത്. അതിപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ വന്ന ഒരു പ്രധാന പോയിന്റ് ഈ സ്ഥാനാർത്ഥികളുടെ നിശ്ചയത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ പിന്നെ പോരായ്മകൾ വന്നിട്ടുണ്ട്. KPCC മാർഗനിർദ്ദേശം അനുസരിച്ച് ജനസ്വീകാര്യത, അതുപോലെ ജയസാധ്യത, ഈ 2 പോയിന്റ് വളരെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്നു. ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല, ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോൾ അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിയിൽ ഇന്നത്തെ യോഗത്തിലൊക്കെ, ഇന്നലത്തെയും ഇന്നത്തെയും യോഗത്തിൽ ചർച്ചയിൽ വന്നിരുന്നു. അതുപോലെ ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും അതാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു വിലയിരുത്തലിന് വേണ്ടി KPCC പ്രത്യേകം പ്രതിനിധികളെ എല്ലാ 14 ജില്ലകളിലേക്കും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ അതാത് തലങ്ങളിൽ പാർട്ടി കമ്മിറ്റികൾക്കോ അത് കൈകാര്യം ചെയ്ത വ്യക്തികൾക്കോ എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അല്ല, അങ്ങനെയല്ല. അല്ല, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് ഗൗരവമായി തന്നെ കാണുന്നു. അതൊരു ചെറിയ വിഷയമായി ലാഘവത്തോടെ കാണുന്നില്ല. 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ പിന്നെ തിരുവനന്തപുരം സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ പ്രവണത പ്രകടമായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട നിയോജകമണ്ഡലങ്ങളിൽ ഏതാണ്ട് 61ഓളം സ്ഥലങ്ങളിൽ BJP അന്നേ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ അവർ കംഫർട്ടബിളായിട്ടുള്ള നല്ലൊരു വിജയം അവർക്ക് വന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് എങ്ങനെ 3ാം സ്ഥാനത്തേക്ക് വന്നു, ആ എല്ലാ വസ്തുതകളും ശരിയായി പരിശോധിക്കും. അല്ല, അത് ആ ഒരു ചർച്ച വന്നിരുന്നു. അത് BJP SNDP പ്രശ്നം ഉയർന്നു വന്ന സന്ദർഭങ്ങളിൽ അത് കുറേ കൂടി അവർക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തി പോകേണ്ടതായിരുന്നു എന്നൊരു ഒപ്പീനിയൻ ഇന്നത്തെ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് 1ാം സ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇത് എന്ത് ഫലമായുണ്ട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വിജയിക്കാൻ പറ്റുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും വിജയിക്കുന്നില്ല. അല്ലാതെ ഈ തരത്തിൽ നിന്ന് ആൾക്കാർ മത്സരിക്കാൻ വരുമ്പോൾ വിജയിക്കുകയും ചെയ്തു. അതൊരു അപാകതയില്ലേ? അല്ല, അതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ 61ഓളം ഡിവിഷനുകളിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന 61 സ്ഥലങ്ങളിൽ BJP മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 34 അല്ലേ, 34 വന്ന് നിൽക്കുന്നു. പക്ഷേ എങ്കിലും അല്ല, ഞാനത് നിസ്സാരമായി കാണുന്നില്ല. ഞാനത് ഒരു നില KPCC അതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം അങ്ങനെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകാൻ പാടില്ല. ആ ഒരു സ്ഥിതിവിശേഷം അതീവ ഗൗരവത്തോടുകൂടി കാണുകയും അതിൻ്റെ കാര്യങ്ങൾ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് സംഭവിച്ചിട്ടുള്ള ദൗർബല്യങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഇഫക്റ്റീവായിട്ടുള്ള നടപടികളുണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ അവസാന സ്ഥാനാർത്ഥി നിർണ്ണയം ചർച്ചകൾ
സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിക്കാൻ കൊടുത്ത സീറ്റ് ഘടകകക്ഷികൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതിന് DCCയോട് എന്തെങ്കിലും രീതിയിലുള്ള കാരണം കാണിച്ചില്ല. അല്ല, അതാണ് അത് നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അതിനെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയി. BJPക്ക് ഇത്രമാത്രം വിജയമുണ്ടായി. കോൺഗ്രസ്സിന് കനത്ത ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതേ സംബന്ധിച്ച് കൂടി പരിശോധിക്കാനാണ്, വിലയിരുത്താനാണ് KPCC പ്രതിനിധിയെ നിയോഗിച്ചിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് വരട്ടെ. താങ്ക് യു വെരി മച്ച്. KPCC അധ്യക്ഷൻ അല്ല, അത് VM സുധീരൻ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല, തീരുമാനിച്ചില്ല. KPCC അധ്യക്ഷൻ VM സുധീരൻ വാർത്താലേഖകരോട് KPCC എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടത്. വിമത പ്രവർത്തനം നടത്തിയവർക്കെതിരെ DCC സ്വീകരിച്ച നടപടിക്ക് യുക്തമായ തീരുമാനമെടുക്കാൻ DCCയെ ചുമതലപ്പെടുത്തി. സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി പിൻവലിക്കാം എന്നാണ് KPCC അധ്യക്ഷൻ അറിയിച്ചത്. ജനരക്ഷായാത്ര KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. ജനുവരി 4-ന് തുടങ്ങി ഫെബ്രുവരി 9-ന് അവസാനിക്കുന്ന വിധത്തിൽ ആണ് ജനരക്ഷായാത്ര നടത്തുന്നത്. വർഗീയ ഫാസിസത്തിനും അസഹിഷ്ണുതയ്ക്കും എതിരെയും സാമൂഹ്യ തിന്മയ്ക്കെതിരെയും മതേതരത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുമാണ് KPCC അധ്യക്ഷൻ VM സുധീറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു യാത്ര. അദ്ദേഹം KPCC അധ്യക്ഷനായതിന് ശേഷം ഒരു യാത്ര നടത്തിയിരുന്നു. ഇത് 2ാമത്തെ യാത്രയാണ്. നമ്മുടെ ഇപ്പോൾ PK രാഗേഷ്, കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ വിമതനായി ജയിച്ച കൗൺസിലർ, കണ്ണൂർ സ്റ്റുഡിയോയിൽ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, P ജയരാജനെ, ഒപ്പം തന്നെ അബ്ദുൽ ഖാദർ മൗലവിയെയും കോൺഗ്രസിൻ്റെ നേതാക്കളെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം രാഗേഷ്, ഇപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് കേട്ടല്ലോ, താങ്കളുടേത് അടക്കമുള്ള നടപടികൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യം താങ്കൾക്കെതിരെ DCC ആണോ നടപടിയെടുത്തത് അതോ KPCC ആണോ? പത്രത്തിലൂടെ എനിക്കെതിരെ നടപടിയെടുത്തു എന്ന് കണ്ടതല്ലാതെ KPCCയുടെ നിർദ്ദേശമനുസരിച്ച് DCC 6 വിമത സ്ഥാനാർത്ഥികളും പുറത്താക്കി എന്ന പത്രക്കുറിപ്പിലൂടെയുള്ള അറിയിപ്പ് മാത്രമാണ് എനിക്ക് ഇതുവരെയായി ലഭിച്ചത്. താങ്കൾക്ക് എതിരായ നടപടി കൈകാര്യം ചെയ്യുന്നതിന് KC ജോസഫ്, K സുധാകരൻ, K സുരേന്ദ്രൻ, KP നൂറുദ്ദീൻ, P രാമകൃഷ്ണൻ, സതീശൻ പാച്ചേനി, VA നാരായണൻ, സണ്ണി ജോസഫ് എന്നിവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസിന് തന്നെ ആയിരിക്കുമോ താങ്കളുടെ പിന്തുണ? ഞാൻ കൗൺസിലറായി ജയിച്ചു വന്നതിന് ശേഷം ആദ്യമായി നടത്തിയ ദൃശ്യമാധ്യമങ്ങളോട് സംസാരിച്ചത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കന്മാരുടെ നടപടിക്കെതിരെയാണ് എൻ്റെ ശബ്ദമുയർന്നിരിക്കുന്നത്. ആ ശബ്ദം കണ്ണൂർ ജില്ലയിലെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വികാരമാണ്. ആ വികാരത്തിനനുസരിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നാൽ എൻ്റെ പിന്തുണ പൂർണ്ണമായും UDFന് തന്നെ നൽകുമെന്ന് ഞാൻ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീ PK രാഗേഷ്, ഇങ്ങനെ പരത്തി പറയാതെ കണ്ണൂർ കോർപ്പറേഷനിൽ താങ്കളുടെ പിന്തുണ UDFനായിരിക്കുമോ LDFനായിരിക്കുമോ? താങ്കളുടെ പിന്തുണയെ അടിസ്ഥാനമാക്കിയാണ് അവിടെ പുതിയ ഭരണസമിതി അധികാരമേൽക്കേണ്ടത്. ഇന്ന് താങ്കൾ അടക്കമുള്ള കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഭരണസമിതി ആരുടേത് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതാ KPCC ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. DCC എടുത്ത നടപടികളെല്ലാം DCCക്ക് പുനഃപരിശോധിക്കാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ നടപടിക്ക് വിധേയമായി ഞാൻ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. ആശയപരമായും അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളിലും KPCCയുടെ ഭാഗത്തു നിന്നും DCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനമുണ്ടായാൽ മാത്രമേ ഞാൻ അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തുകയുള്ളൂ. താങ്കളുടെ ആവശ്യങ്ങൾ എന്താണ്? ഇനിയും ആവശ്യങ്ങൾ ഒക്കെ വെച്ച് പുലർത്തിയാൽ അവിടെ ഭരണം LDF കൊണ്ടുപോകുന്ന നിലയായതുകൊണ്ടാണ് വളരെ വേഗത്തിൽ KPCC എക്സിക്യൂട്ടീവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എന്താണ് താങ്കളുടെ ആവശ്യങ്ങൾ? അത് നിവർത്തിച്ചു തരാൻ കഴിയുമോ DCCക്ക് എന്ന് നമുക്ക് ഒരു പ്രാഥമിക പരിശോധന നടത്തി നോക്കാം. ആവശ്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ
ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഏകാധിപത്യ പ്രവണത മാറ്റിയേ മതിയാവും. അത്തരത്തിലുള്ള നയ സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് KPCC ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം. അതൊക്കെ മാറ്റിക്കോളും. ഏകാധിപത്യ പ്രവണതയും ധിക്കാരപരമായ നടപടിയും ഒക്കെ മാറ്റിക്കോളും എന്നുള്ളൊരു വാഗ്ദാനം ചിലപ്പോൾ താങ്കൾക്ക് ലഭിച്ചേക്കും. അത് മതിയോ? അത് മാത്രം പോരാ, അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ KPCC നിയോഗിച്ച ജനറൽ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ മുമ്പാകെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ ഉചിതമായ സമയത്ത് ഉചിതമായ ശ്രീ പി കെ രാഗേഷ്, താങ്കളുടെ ആവശ്യം എന്താണ്? കെ സുരേന്ദ്രനെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണോ? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് താങ്കൾക്കും അറിയാം. അതുകൊണ്ട് അതുൾപ്പെടെ കണ്ണൂരിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന ആ ആവശ്യം നിവർത്തിച്ച് തന്നാലേ താങ്കൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നെ പിന്തുണയ്ക്കൂ എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള KPCC-യോടാണ് ഞാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. KPCC അതിന് ഉചിതമായ മാർഗമാണ് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു. കണ്ണൂരിലെ ഉന്നത നേതാക്കന്മാരെ അതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അവരതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ അവരെ മുമ്പാകെ ബോധ്യപ്പെടുത്തും. താങ്കളിലേക്ക് മടങ്ങിയെത്താൻ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് കൂടി ഇക്കാര്യത്തിലുള്ള അഭിപ്രായം തേടട്ടെ. KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ശൂരനാട് രാജശേഖരൻ, DCC എടുത്ത അച്ചടക്ക നടപടികൾ DCC-കൾ സമവായത്തിലൂടെ പുനഃപരിശോധിക്കാം എന്നാണ് KPCC അധ്യക്ഷൻ അല്പം മുമ്പ് പറഞ്ഞത്. PK രാഗേഷിൻ്റെ കാര്യത്തിൽ KC ജോസഫ് മുതൽ സണ്ണി ജോസഫ് വരെയുള്ള കുറേ നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ PK രാഗേഷ് പറയുന്നത് കേട്ടോ, DCC അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ കണ്ണൂരിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന കാര്യം ആലോചിക്കൂ എന്ന്. നടക്കുന്ന കാര്യമാണോ അത്? അല്ല, KPCC കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇപ്പോൾ പറഞ്ഞല്ലോ. അവിടുന്നുള്ള മന്ത്രി ജോസഫ് അടക്കമുള്ള ഒരു 4-5 സമിതിയെ നമ്മളതിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ശരി, ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഞാൻ ഒരു ചെറിയൊരു സമയം എടുത്തോട്ടെ. കെ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ സുരേന്ദ്രൻ, PK രാഗേഷിനെ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കാൻ നേരത്തെ പറഞ്ഞ കുറച്ച് നേതാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അക്കാര്യത്തിലൊരു പോസിറ്റീവായ മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ്, പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻ, താങ്കളെ മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പോലും PK രാഗേഷ് ഉന്നയിക്കുന്നത്. അതൊന്നൊരു വിഷയമല്ല, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. KPCC ഇതിനകത്തൊന്നും വ്യക്തിഗത നിലയിലൊന്നും ഒരു വിഷയവുമില്ല. എന്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടി നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത്, ആ തീരുമാനമാണ് എന്റെ തീരുമാനം. ഒരു ഈഗോ പ്രശ്നമാണോ ശ്രീ രാഗേഷ്? ഇപ്പോൾ താങ്കൾക്ക് ഈ കെ സുധാകരനോട് വളരെ താങ്കൾ കെ സുധാകരനുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണല്ലോ. കെ സുരേന്ദ്രനും അങ്ങനെയാണ്. ശരിയാണ്, അവർക്ക് ആ ഘട്ടത്തിൽ ലീഗിന് സീറ്റ് കൊടുക്കേണ്ടത് കൊണ്ട് താങ്കൾക്ക് സീറ്റ് തരാൻ കഴിഞ്ഞില്ല. അതൊരു ഈഗോ പ്രശ്നമായി രാഗേഷ് കാണുകയാണോ? അത് എന്താണ് ഇപ്പോൾ പ്രശ്നം അവിടുത്തെ? ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ ഈ പോരാട്ടം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ സാധാരണ പ്രവർത്തകന്മാരുടെയും വികാരം മാനിക്കുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ KPCC-യുടെ സർക്കുലർ വിരുദ്ധമായാണ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിയത്. അത്തരത്തിലുള്ള ഒരു നടപടിക്കെതിരെയാണ് എൻ്റെ പോരാട്ടം, അല്ലാതെ ഈഗോ അല്ലെങ്കിൽ വ്യക്തിവിരോധമോ അല്ല. ഈഗോ അല്ല, വ്യക്തിവിരോധമല്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ പറയും, നമുക്ക് ഇവിടെ തന്നെ തീർക്കാം ആ വിഷയങ്ങൾ. ശ്രീ രാഗേഷ്, ഒന്ന്, DCC പ്രസിഡന്റിനെ മാറ്റണം. അത് KPCC ആണല്ലോ തീരുമാനിക്കേണ്ടത്. പാവം കെ സുരേന്ദ്രനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? രണ്ടാമത്തെ വിഷയം എന്താണ്?
എൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഇതാണ്. അത് നടന്നിട്ടുണ്ടെങ്കിലല്ലേ പിന്നീടുള്ള ആവശ്യങ്ങൾ പറയേണ്ടതുള്ളൂ. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ കേട്ടല്ലോ? കേട്ടു. എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. അല്ല, എന്തെങ്കിലും ഒരു മറുപടി പറയേ. അല്ല, ഇതിനെന്താ മറുപടി എന്ന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞല്ലോ. ഇതെല്ലാം പാർട്ടി തീരുമാനമാണ് എടുക്കേണ്ടത്. KPCC കേരള കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എടുക്കേണ്ട തീരുമാനമാണ്. പ്രസിഡന്റ് ആളുകളെ നിശ്ചയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ആ നിശ്ചയിച്ചവരെടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം എടുക്കട്ടെ. തീരുമാനമെടുത്താൽ ഇറങ്ങുന്നതിന് മുമ്പ് തീരുമാനം നടപ്പിലാക്കാനുള്ള ബാധ്യതയാണ് എനിക്ക്. ശ്രീ കെ സുരേന്ദ്രൻ, എന്തായാലും ആ കോർപ്പറേഷൻ UDF വേണം. കാരണം ആകെ UDF ഉള്ളത് ഇപ്പോൾ ഒരു കണ്ണൂരും ഒരു കൊച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഴങ്ങേണ്ടി വരും എന്നതുള്ളതാണ് KPCC എക്സിക്യൂട്ടീവിന്റെ വികാരം. അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ താങ്കൾ? തീർച്ചയായിട്ടും. അപ്പൊ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പറയുന്നത്. തീരുമാനം എടുത്ത് അറിയിച്ചാൽ മതിയല്ലോ. തീരുമാനമെടുത്ത് അറിയിക്കുക, നടപ്പിലാക്കാനുള്ള ബാധ്യതയാണല്ലോ എനിക്കുള്ളത്. അല്ല, PK രാഗേഷിന് ഒരുപക്ഷെ DCC പ്രസിഡന്റിനെ മാറ്റണം എന്ന ആവശ്യം അദ്ദേഹത്തിന് പൊതുവായി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ ആളുകൾക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് മാറ്റുക, അങ്ങനെയൊക്കെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അതൊന്നും നമ്മുടെ തീരുമാനത്തിനകത്ത് വരണ്ടേ? ഇതിന് ഒരാൾ എടുക്കുന്ന തീരുമാനമല്ലല്ലോ. എനിക്ക് ഒരു പാർട്ടി എന്ന സംവിധാനം ഉണ്ടല്ലോ, എനിക്ക് മുകളിൽ ആളുകളുണ്ടല്ലോ. അവരൊക്കെ എടുക്കുന്ന തീരുമാനമാണല്ലോ എന്റെ തീരുമാനം. വ്യക്തിപരമായി ഇതിന്റെ അകത്ത് ഒരു തീരുമാനത്തിലും പിടിച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തീരുമാനം പാർട്ടി ലീഡർഷിപ്പ്, അതല്ലെങ്കിൽ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന കമ്മിറ്റി തീരുമാനം എടുത്താൽ ആ തീരുമാനം കണ്ണൂരിൽ നടപ്പിലാകും. കണ്ണൂർ കോർപ്പറേഷൻ UDFന്റെ കയ്യിൽ വരും. രാഗേഷിന് എന്ത് കൊടുക്കും നിങ്ങൾ? അത് പറയും. അദ്ദേഹം ഒന്നും വ്യക്തിപരമായി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പറയുന്നത് ഡെപ്യൂട്ടി മേയർ കൊടുക്കാൻ തയ്യാറാണോ? അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല. വ്യക്തിപരമായി ഇന്നത് എനിക്ക് വേണമെന്ന് ഈ നിമിഷം വരെ രാഗേഷ് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് രാഗേഷിന്റെ തലയിലേക്ക് നിങ്ങൾ മറ്റത് കെട്ടിവെക്കുന്നത്? ഇല്ല, രാഗേഷിന് ഡെപ്യൂട്ടി മേയർ കൊടുത്താൽ ലീഗിന് എന്ത് കൊടുക്കും? ലീഗിന് 10 അംഗങ്ങളുണ്ടല്ലോ അവിടെ. എന്തായാലും കണ്ണൂരിലെ കോർപ്പറേഷന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ തീരൂ എന്നാണ് അഭിപ്രായമെങ്കിൽ എനിക്കതിനോട് പ്രതികരിക്കാനില്ല. ശ്രീ സുരേന്ദ്രൻ, ഇത് ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല. നിങ്ങൾ ആ കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ UDF ഒരു കോർപ്പറേഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിന്തിക്കാത്ത ഒരു വിഷയം താങ്കൾ ഉന്നയിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാകേഷ് ഇതുവരെ ഈ സമയം വരെ ഉന്നയിക്കാത്ത ഒരു ആവശ്യം, അദ്ദേഹം വ്യക്തിപരമായി ഒരു കാര്യവും ഇന്ന് വരെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തൂ ശ്രീ കെ സുരേന്ദ്രൻ. രാകേഷ് വരൂ, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം DCCയിൽ ഇരുന്ന് തീരുമാനിക്കാം. നമ്മൾ ഇന്നലെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, നാളെ ആ തർക്കങ്ങൾ നമുക്ക് പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്. കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഡൈനാമിക്കായി ചിന്തിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റിലൂടെ തീരുന്ന ഒരു വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി. ആ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിൽ അല്ലല്ലോ. അത് അങ്ങനെയാണെങ്കിൽ എപ്പോഴേ തീർന്നേനെ. ഇതിനകത്ത് ഇപ്പോ KPCC തലത്തിലെത്തി. KPCC അതിനൊരു സബ് കമ്മിറ്റി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനമല്ലേ നമ്മുടെ തീരുമാനം, അല്ലാതെ മറ്റൊന്ന് തീരുമാനം എടുക്കാൻ പറ്റും. ആ കമ്മിറ്റി കൂടാനിരിക്കുക. ദയവായി തുടരുക. ശ്രീ ശൂരനാട് രാജശേഖരന് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ആളുകളെ പറയാം. KC ജോസഫ് A ഗ്രൂപ്പ്, K സുധാകരൻ I ഗ്രൂപ്പ്, K സുരേന്ദ്രൻ I ഗ്രൂപ്പ്, KP നൂറുദ്ദീൻ A ഗ്രൂപ്പ്, P രാമകൃഷ്ണൻ A ഗ്രൂപ്പിലേക്ക് ചാഞ്ഞു, സതീശൻ പാച്ചേനി A ഗ്രൂപ്പിലേക്ക് ചാഞ്ഞു, VA നാരായണൻ, സണ്ണി ജോസഫ് I ഗ്രൂപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നില. അപ്പോൾ ഇക്കാര്യത്തിലൊരു പപ്പാതി തീരുമാനമാണ് ഉണ്ടാവുക. കുറച്ച് പേര് പറയും രാകേഷിനെ എടുക്കണം എന്ന് പറയും, കുറച്ച് പേര് പറയും രാകേഷിനെ എടുക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്ന KPCCക്ക് വ്യക്തതയുണ്ടോ? നിങ്ങളുടെ ഇത്തരമുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഞാനത് പറയാനല്ല വന്നത്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരെ അങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്നയാളെ I ഗ്രൂപ്പ്, ഇന്നയാൾ I ഗ്രൂപ്പ്, ഇന്നയാൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും. നിങ്ങളങ്ങൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പാർട്ടിക്കൊരു ചിട്ടയുണ്ട്, ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ച് ഒരു ജില്ലയിലൊരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ അത് പരിഹരിക്കാൻ സീനിയർ നേതാക്കന്മാരെ നിയമിക്കും. അവരൊന്ന് വരട്ടെ, അവർ കാര്യങ്ങൾ പഠിക്കട്ടെ, പഠിച്ചിട്ട് അവരുടെ അഭിപ്രായം പുറത്തു വരട്ടെ. പിന്നെ ആളുകളെ ഇങ്ങനെ എന്നോട് KPCC അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്
വിമത പ്രവർത്തനം നടത്തിയവർ പാർട്ടിക്ക് പുറത്താണ് എന്നാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ ആ സൗണ്ട് ബൈറ്റ് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായും ഇവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമായി വരും. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സമ്മർദ്ദമുണ്ടാകും. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന പതിവല്ലേ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പണ്ടാരെങ്കിലും ഒരു പതിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബാധകമല്ല എന്നാണ് അന്നത്തെ വി എം സുധീരൻ പറഞ്ഞത്. ഇന്നത്തെ വി എം സുധീരന് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ പി കെ രാഗേഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കോർപ്പറേഷൻ വേണം എന്ന നിലയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു 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 കമ്മിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ കമ്മിറ്റിയിലാണ് ഈ തരത്തിൽ ഗ്രൂപ്പ് രണ്ടായി തിരിയുന്ന ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ധ്രുവീകരണം ഉള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലാണ് നിങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പുകളെയും ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതൊന്നുമല്ല. നിങ്ങൾ ആദ്യം ചോദിച്ചത്, അതിന് മറുപടി പറയാം. നിങ്ങൾ ആദ്യം ചോദിച്ചത് കെ പി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പറഞ്ഞിരിക്കുന്നു, വിമത പ്രവർത്തനം നടത്തുന്നവരെ അവർ പടിക്ക് പുറത്താണ്. കെ പി സി തീരുമാനം എടുത്തിട്ടുള്ള ഒരാളെ പോലും തിരിച്ചെടുക്കില്ല എന്നുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ ഇപ്പം 8 മണിക്കാണ് മീറ്റിംഗ് കഴിഞ്ഞത്. 8:15 പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നിങ്ങളുടെ പ്രതിനിധിയോട് ചോദ്യം എന്താണത് പറഞ്ഞേക്കുന്നത് അത് കേട്ടിട്ട് വേണം ചോദ്യം ചോദിക്കാൻ. ആ പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു, കെ പി സി സി ഒരാളുടെ പേര് നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ നടപടി തൽക്കാലം പിൻവലിക്കുന്നില്ല. പക്ഷേ ജില്ലാതലത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത സമിതിക്ക് ആ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാൻ അവകാശമുണ്ട്. അതിനെ ഞങ്ങൾ നിയന്ത്രിക്കുന്നില്ല. അത് വി എം സുധീരൻ പച്ചയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ സമിതിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനാണ് അതിന് അവകാശം. പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർക്കാണ് തീരുമാനം. അദ്ദേഹത്തെ സഹായിക്കാനാണ് ഈ പരിണിതപ്രജ്ഞരായ പാർട്ടി നേതാക്കന്മാരുള്ളത്. കെ പി സി ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ഒരു സമിതിയെ കെ പി സി നിശ്ചയിച്ചുള്ളത്. അതിന് നിങ്ങൾ ഓരോരുത്തർക്ക് പേരിടുക, എന്നിട്ട് ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറുപടി പറയാനിരിക്കുക, അങ്ങനെയൊന്നും തുടങ്ങരുത്. അതിനൊന്നും ഞങ്ങൾ കൂട്ടുനിൽക്കാൻ തയ്യാറല്ല. പ്ലീസ്. ശ്രീ ശൂരനാട് രാജശേഖരൻ, വളരെ വിചിത്രമായി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അതേ ചോദ്യം ആവർത്തിക്കുന്നത്. കെ പി സി സി ഒരു വിമത പ്രവർത്തനത്തിന് നടപടിയെടുക്കുന്നു, ഡി സി സി വിമത പ്രവർത്തനത്തിന് നടപടിയെടുക്കുന്നു. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും വിമത പ്രവർത്തനമല്ലേ? കെ പി സി സി എടുക്കുന്ന വിമത പ്രവർത്തനത്തിന് പുനഃപരിശോധന, ഞങ്ങളുടെ പാർട്ടിയുടെ ഘടനയെ പറ്റി നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഘടനയെ പറ്റി ആദ്യം പഠിച്ചിട്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം. നിങ്ങൾക്ക് നിങ്ങളുടേതായ പാർട്ടി താല്പര്യം ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾക്ക് സംവിധാനമുണ്ട്. കെ പി സി സി, എ ഐ സി സി, കെ പി സി സി, ഡി സി സി. ആ കെ പി സി പ്രസിഡന്റ് അധികാരം വികേന്ദ്രീകരിച്ച് നൽകിയതാണ്. ചിഹ്നം കൊടുക്കുവാനും അതാത് സ്ഥലങ്ങളിലെ തീരുമാനമെടുക്കാനുള്ള അവകാശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ചിട്ടയും ക്രമവുമാണ്. നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് അതിനെപ്പറ്റി ചോദിക്കണം. കെ പി സി സിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വികേന്ദ്രീകരിച്ച് കൊടുത്താണ് ഡി സി സിക്ക്. കെ പി സി സി കുറേ പേരുടെ പേര് നടപടിയെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് നടപടിയെടുത്തിട്ടുണ്ട്. അത് തൽക്കാലം ഞങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിന്ന് എക്സിക്യൂട്ടീവിന് ശേഷം കെ പി സി പ്രസിഡന്റ് 8:10 ആർക്കെതിരെയാണ് നടപടിയെടുക്കുന്നത്? ശ്രീ ചൂർനാട് രാജശേഖരൻ, ഇതെങ്ങനെയാണ് വേർതിരിച്ച് നൽകിയിരിക്കുന്നത്? ഡി സി സി നടപടിയെടുക്കുന്നത് ആർക്കൊക്കെ എതിരെയാണ്, കെ പി സി സി നടപടിയെടുക്കുന്നത് ആർക്കൊക്കെ എതിരെയാണ്? കുറച്ചുകൂടി പാർട്ടി പഠിക്കാൻ വേണ്ടിയാണ്. അതാണ് ആദ്യം അതിനെപ്പറ്റി ഒന്ന് പഠിക്കുക. സംസ്ഥാന തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ ഡി സി സി പ്രസിഡന്റ് കെ പി സിക്ക് അവകാശം പറയും. ഇതിന് തീരുമാനമെടുക്കാൻ കെ പി സിക്കാണ്. കെ പി സി എടുക്കണം, ഞങ്ങൾക്ക് എടുക്കാനുള്ള അല്ല, ഞങ്ങളല്ല. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കെ പി സി സി നടപടിയെടുത്തിട്ടുള്ളത്. അത് ഈ സംസ്ഥാനത്ത് കുറെ പേരെ വേണ്ടി നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടിയെ പറ്റി ഒന്ന് ശ്രീ ശൂരനാട് രാജശേഖരൻ, ഡി സി സിക്ക് ആരുടെയൊക്കെ പേരിൽ നടപടിയെടുക്കാം, കെ പി സി സിക്ക് ആരുടെയൊക്കെ പേരിൽ നടപടി? നിങ്ങളിപ്പോ 8 മണിക്ക് എന്നെ ഇവിടെ അത് ഒറ്റ അടിക്ക് പറയാൻ പറ്റുമോ സുഹൃത്തെ? എനിക്ക് കുറെ പേരുടെ പേര് നടപടി എടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. ഡി സി സിക്ക് ചില ആളുകളുടെ പേര് നടപടിയെടുക്കാം എന്ന് പറയുന്നു, കെ പി സി സിക്ക് മാത്രം നടപടിയെടുക്കാൻ കഴിയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കെ പി സി സി ആണ് നടപടിയെടുത്തിട്ടുള്ളത്.
ഈ സംസ്ഥാനത്ത് ഒരു 10 15 പേരുടെ പേര് നടപടിയെടുത്തിട്ടുണ്ടാവും. പക്ഷേ ജില്ലകളിൽ വ്യത്യാസമാണ് സ്ഥിതി. ചെറിയ കാര്യങ്ങൾക്കെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാണ് നടപടിയെടുത്തിട്ടുള്ളത്. റിബൽ സ്ഥാനാർത്ഥികളായിട്ട് വന്നവരുടെ പേര് നടപടിയെടുത്തിട്ടുള്ളത് KPCC അല്ല, DCC ആണ് പലയിടത്തും. അപ്പോൾ അതാണ് ആ വ്യത്യാസം. ഒറ്റയടിക്ക് നിങ്ങൾ AICC അംഗത്തിനെതിരെ നടപടിയെടുക്കുന്നത് AICC അധ്യക്ഷനും സംസ്ഥാന കോൺഗ്രസിന്റെ കീഴിലുള്ള KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് KPCC പ്രസിഡന്റും എന്നൊക്കെയാണ് പൊതുവേ കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ താങ്കൾ അതിന് മുകളിൽ നിൽക്കുന്നയാളായതുകൊണ്ട് ശ്രീ ശൂരനാട് രാജശേഖരൻ, എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ പറയുന്ന രാകേഷിനെതിരെ DCC പ്രസിഡന്റിന് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല, KPCCക്ക് നടപടിയെടുക്കാൻ കഴിഞ്ഞു? രാകേഷിനെതിരെ KPCC നടപടിയൊന്നും എടുത്തിട്ടില്ലല്ലോ. നിങ്ങളോട് ആരാ പറഞ്ഞ KPCC നടപടി എടുത്തിട്ടുള്ളത്? രാകേഷിനെതിരായിട്ട് നടപടി എടുത്തിട്ടുള്ളത് DCC ആണ്. സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചവർക്ക് നടപടിയെടുക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ KPCC അവകാശപ്പെട്ടിട്ടുണ്ട്. രാകേഷ്, ഒരിക്കൽ കൂടി താങ്കളുടെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്താണ് വ്യക്തമായ മറുപടി പറഞ്ഞത്? DCC ആണോ രാകേഷിനെതിരെ നടപടി എടുത്തിട്ടുള്ളത്? ഞാൻ പ്ലീസ് ഒരു കാര്യം, എനിക്ക് ഈ സമയം വരെ പറയൂ രാകേഷ്, കേൾക്കാം. എനിക്കെതിരെ KPCCയുടെ നിർദ്ദേശമനുസരിച്ച് DCC പ്രസിഡന്റ് എന്നെ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കി എന്ന പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള വിവരമല്ലാതെ ഇന്ന് വരെ മറ്റൊരു ഔദ്യോഗികമായ ഒരു കുറിപ്പും എനിക്ക് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. അത് ആരുടെ കുറിപ്പാണ് ലഭിച്ചത്? 6 മാസത്തെ സസ്പെൻഷൻ എന്ന ആരുടെ കുറിപ്പാണ് ലഭിച്ചത്? ശൂരനാട് ഭയങ്കരമായി ചൂടായി പോകുന്നത് കണ്ടു. എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്ക് പത്രങ്ങളിലൂടെ വായിച്ചറിയാം. പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാത്രമാണ് ആരാണ് നടപടിയെടുത്തത്? ഔദ്യോഗികമായി ഒരു കുറിപ്പും എനിക്ക് ലഭിച്ചിട്ടില്ല. പത്രത്തിൽ അത് കാണുമല്ലോ. KPCCയുടെ നിർദ്ദേശമനുസരിച്ച് DCC എടുത്തു എന്നാണ് പത്രങ്ങളിൽ കണ്ടത്. DCC എടുത്തു, അപ്പോഴാണ് ഈ പറയുന്ന തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ശൂരനാട് പറഞ്ഞ കറക്റ്റാണ്. അതായത് DCC ആണ് താങ്കൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. DCCക്ക് അത് പുനഃപരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ DCC ഈ പറയുന്ന കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് താങ്കൾക്കെതിരായ നടപടി പുനഃപരിശോധിക്കുമായിരിക്കും. അതിനോട് താങ്കൾ സഹകരിക്കണോ വേണ്ടയോ എന്നുള്ളത് സുരേന്ദ്രനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനത്തെ അധിഷ്ഠിതമായിട്ടായിരിക്കും താങ്കൾ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുക, അല്ലേ ശ്രീ രാകേഷ്? അതെ, തീർച്ചയായും. സുരേന്ദ്രനെ ഒരൊറ്റ കാര്യം, ഞാൻ ഈ സൗണ്ട് ബൈറ്റ് ഒന്ന് എടുത്തു വെക്കും, ലൈബ്രറിയിലേക്ക് മാറ്റും. സുരേന്ദ്രനെ മാറ്റുന്നില്ല എങ്കിൽ PK രാകേഷിൻ്റെ പിന്തുണ UDFിനുണ്ടാകില്ല. സുരേന്ദ്രനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് മാത്രമല്ല, സംഘടനാപരമായി കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് ഇന്നുണ്ടായിരിക്കുന്ന അപജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ താങ്കൾ പറഞ്ഞു മറ്റുള്ളതൊന്നും പ്രസക്തമല്ല, സുരേന്ദ്രനെ മാറ്റുന്നതാണ് എൻ്റെ ആവശ്യം, അത് അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ അതോടൊപ്പം എല്ലാ വളരെ 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 കൃത്യമായി ഈ നേതൃത്വം മാറണം എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് മാത്രമല്ല. ഇപ്പോൾ DCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായി KPCC സെക്രട്ടറിക്ക് എൻ്റെ അഭ്യർത്ഥന, എൻ്റെ ആവശ്യം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി. അതനുസരിച്ചാണ് KPCC ചർച്ച നടന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെയുള്ള സംഭവം ഞാനിപ്പോൾ PK രാകേഷോട് നിൽക്കട്ടെ. എൻ്റെ പഞ്ചായത്തിൽ പണ്ടുണ്ടായി 15 കൊല്ലം മുമ്പ് 2000 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് ദിലീപ് എന്നാണ്, റിബലായിട്ട് മത്സരിച്ചു, ജയിച്ചു. പഞ്ചായത്തിൽ തുല്യമായി, ഏതാണ്ട് ഇപ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റി പോലെയായി ഞങ്ങളുടെ പഞ്ചായത്ത്. LDFന് 7 സീറ്റ്, UDFന് 7 സീറ്റ്, 1 സീറ്റ് BJPക്ക്, 1 സീറ്റ് റിബൽ. ഈ റിബലിനെ കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. BJPയുടെ അടുത്തേക്ക് CPMന് പോകാൻ പറ്റില്ല. CPMകാർ അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രൊഫസർ KV തോമസ് ആണ് എറണാകുളം DCC പ്രസിഡന്റ്. തോമസ് മാഷ് ഈ റിബലിൻ്റെ വീട്ടിൽ ചെന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം 3 വരം ചോദിച്ചു. ഒന്ന്, അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കണം. തോമസ് മാഷ് പറഞ്ഞു അത് തിരിച്ചെടുത്തല്ലോ, അതുകൊണ്ടുള്ള ഞാനിവിടം വരെ വന്നത്. രണ്ടാമത്തെ വരം, എന്നെ
വൈസ് പ്രസിഡന്റ് ആക്കണം. കാരണം പ്രസിഡന്റ് ഇവിടുത്തെ പോലെ തന്നെ വനിതാ സംവരണമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചത് അതും അംഗീകരിച്ചു. അപ്പോൾ ചോദിച്ചു മൂന്നാമത്തെ വരവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെയും എനിക്ക് ടിക്കറ്റ് നിഷേധിക്കാൻ നേതൃത്വം നൽകിയ സ്വാൻസോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. തോമസ് മാഷ് പറഞ്ഞാൽ അത്രയും മതിയോ, ഞാൻ ലെറ്റർ ഹെഡും കൊണ്ടുവന്നേക്കണേ. അപ്പം തന്നെ എഴുതി കയ്യിൽ കൊടുത്തു, നീ തന്നെ പേപ്പറിൽ കൊടുത്തായിരുന്നു. ഇവനെ പാർട്ടിയിൽ തിരിച്ചെടുത്തുകൊണ്ടും എതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെയും ആ സീറ്റ് നിഷേധിക്കുന്നതിന് മുൻകൈ എടുത്ത രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് 6 കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രശ്നം തീർന്നു. അദ്ദേഹം 5 കൊല്ലം വൈസ് പ്രസിഡന്റായിട്ടിരുന്നു, പഞ്ചായത്ത് സ്മൂത്തായിട്ട് ഭരിച്ചു. പക്ഷേ രാകേഷിന് അങ്ങനെ നിശ്ചിതമായ ആവശ്യങ്ങളില്ല. ഞാൻ പറഞ്ഞത് പക്ഷേ പ്രൊഫസർ കെ വി തോമസിനെ അയക്കണം രാകേഷിൻ്റെ പ്രശ്നം തീർക്കാൻ. കെ സി ജോസഫിനെയും കെ സുധാകരനെയൊക്കെ അയച്ചാൽ പ്രശ്നം തീരില്ല. ഞാൻ ഈ പ്രൊഫസർ കെ വി തോമസിനോട് വലിയ ബഹുമാനമുള്ളതാണ്. അദ്ദേഹം ആ പ്രശ്നം വളരെ പുഷ്പം പോലെ പരിഹരിച്ചു, യാതൊരു തർക്കവും ആർക്കും ഉണ്ടായില്ല. പിന്നെ പുറത്താക്കപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യുന്നല്ലേ, അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും തോമസ് മാഷ് തിരിച്ചു, എല്ലാവരും പരാതി തീർത്തു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. തോമസ് മാഷിനെ അയക്കൂ കണ്ണൂർക്ക്, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. തോമസ് മാഷിനെ അയക്കൂ, കണ്ണൂരിനെ രക്ഷിക്കൂ. വാർത്തകൾ തുടർന്നു. പി ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജയരാജൻ, കണ്ണൂർ കോർപ്പറേഷനിൽ PK രാഗേഷിനെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി KC ജോസഫ്, കെ സുധാകരൻ, കെ സുരേന്ദ്രൻ, KP നൂറുദ്ദീൻ, P രാമകൃഷ്ണൻ, സതീശൻ പാച്ചേനി, VA നാരായണൻ, സണ്ണി ജോസഫ് എന്നീ നേതാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴും LDFന് PK രാഗേഷിനെ തങ്ങൾക്കൊപ്പം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത്തരത്തിലുള്ള ഒരു അമിതമായിട്ടുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് രാകേഷ് ശ്രമിക്കുന്നത്. പക്ഷേ രാകേഷ് പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ, ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കോൺഗ്രസ് നേതൃത്വം വഴിപ്പെടും എന്നൊന്നും അല്ല. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കമ്മിറ്റി നിർദ്ദേശം അത് 18-ാം തീയതി ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതെത്രമാത്രം രാകേഷിന് മനസ്സിലാക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പൊ രാകേഷിന്റെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ മുന്നണി അതിന് ഉചിതമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും. അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. രാകേഷിന് സ്ഥാനങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ സ്ഥാനം ഏതെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ LDF? അല്ല, അത് രാകേഷിന്റെ നിലപാട് അനുസരിച്ചിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കാൻ UDFനെ തോൽപ്പിച്ച് കൗൺസിലറായിട്ടുള്ള രാകേഷ് തയ്യാറാകുമോ? രാകേഷ് ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. രാകേഷ്, UDFനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവർ നിവർത്തിച്ച് തരുന്നില്ല എങ്കിൽ ചോദ്യം വളരെ കൃത്യമാണ്, ഉത്തരവും കൃത്യമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF എന്ന സാധ്യത രാകേഷിന്റെ മുമ്പിലുണ്ടോ? ഒരു സാധ്യതയായെങ്കിലും. തീർച്ചയായിട്ടും. നിൽക്കൂ, ഞാൻ രാകേഷിനോട് നിൽക്കൂ, ശ്രീ പി ജയരാജൻ നിൽക്കൂ, ഞാൻ രാകേഷിനോടാണ് ചോദിച്ചത്. രാകേഷ്, ഞാൻ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തി വന്ന ഒരു കൗൺസിലറാണ്. ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും എനിക്ക് ഇപ്പോൾ വിധേയത്വമോ വിരോധമോ ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന പാർട്ടിയിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള മരണം വരെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആ പാർട്ടി ഇവിടുത്തെ ആയിരക്കണക്കിന് എന്നെ പോലുള്ള പ്രവർത്തകന്മാരുടെ വികാരങ്ങൾക്കനുസരിച്ച് ഉയർന്നു വരുന്നില്ലെങ്കിൽ ഉചിതമായ ഒരു തീരുമാനം ഈ 18-ാം തീയതി കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു മേയർ ഉണ്ടായിരിക്കും, എൻ്റെ വോട്ടിൻ്റെ പിൻബലത്തിൽ ഒരു മേയർ ഉണ്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ ശ്രീ പി ജയരാജൻ, ഈ PK രാഗേഷ് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്തയാളായിരുന്നു. ആ നിലയിൽ സ്വാഭാവികമായും CPMും PK രാഗേഷും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. അതെല്ലാം മറന്നു കളയുകയാണോ CPM? അല്ല, രാഷ്ട്രീയത്തില് ഓരോ കാലത്തും സ്വീകരിക്കുന്ന നിലപാടാണല്ലോ പ്രധാനം. അപ്പൊ ഇപ്പോ രാകേഷ് എടുക്കുന്ന നിലപാട് എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും LDFന്റെ നിലപാട്. നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടാണ്, കോൺഗ്രസ് കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പൊ ആ നിലക്ക് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല സുധാകരന്റെ അനുയായിയായിരുന്നു. ഇപ്പോ സുധാകരന്റെ ധാർഷ്ട്യത്തിനെതിരായിട്ട് അതുപോലെ തന്നെ ഏകാധിപത്യ സമീപനങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരന്റെ ഇത്തരം ഏകാധിപത്യ നിലപാടിനെതിരായിട്ട്
CPM-ഉം ഇടതുപക്ഷവും നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ രാകേഷുമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. ആ യോജിപ്പ് എത്രത്തോളം വികസിപ്പിക്കാം എന്നത് രാകേഷാണ് തീരുമാനിക്കേണ്ടത്. അത്തരമൊരു നിലപാട് രാകേഷ് സ്വീകരിച്ചാൽ അതിനോട് ക്രിയാത്മകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതികരിക്കും. ഇപ്പോൾ ഇടതും വലതും അതിനോടൊന്നും തന്നെ വിധേയത്വമോ വിരോധമോ ഇല്ല എന്ന് പറഞ്ഞ് വിഷയം ഓപ്പണാക്കിയിട്ടിരിക്കുകയാണ് രാകേഷ്. രാകേഷുമായി ചർച്ച നടത്തുന്നുണ്ടോ LDF? രാകേഷുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായിട്ട് ഇതേവരെ ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ പരസ്യമായി പറഞ്ഞത് രാകേഷിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് രാകേഷാണ് വ്യക്തമാക്കേണ്ടത്. ആ രാകേഷിന്റെ നിലപാട് വ്യക്തമാക്കിയാൽ LDF ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തും. ഞങ്ങൾ ഇതേവരെ ഔദ്യോഗികമായിട്ട് യാതൊരു ചർച്ചയും രാകേഷുമായി നടത്തിയിട്ടില്ല. ഞാൻ ഒന്ന് തിരികെ വരാം. ശ്രീ പി ജയരാജൻ ദയവായി തുടരുക. താഹിർ മുസ്ലിം ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ താഹിർ, പി കെ രാഗേഷ് UDF-ലാണ് എങ്കിൽ പി കെ രാഗേഷിനായിരിക്കും ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാകില്ല. അത് മുസ്ലിം ലീഗ് അംഗീകരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. താഹിർ, ഹലോ പറയൂ. ഹലോ, മനസ്സിലായില്ല. ഹലോ, പി കെ രാഗേഷ് UDF-നൊപ്പം വരികയാണ് എങ്കിൽ രാഗേഷിന് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ടി വരും, ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കേണ്ടി വരും. സംശയമുണ്ടാകില്ലല്ലോ അക്കാര്യത്തിൽ ലീഗിനും. അപ്പോൾ ലീഗ് അക്കാര്യത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ മുസ്ലിം ലീഗ് നേരത്തെ അതിൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണത്? ലീഗിനെ ഭരണ സംവിധാനത്തിൽ കോർപ്പറേഷനിൽ വലിയൊരു പാർട്ടി എന്ന നിലയിൽ ലീഗിനെ ഭരണ സംവിധാനത്തിൽ വലിയൊരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് പാർട്ടി ഭരണത്തിൽ വലിയ പങ്കാളിത്തം ലീഗിന് വേണം എന്ന നിലപാട് ലീഗിന്റെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതില്ല. ലീഗ് നിലപാട് വ്യക്തമാക്കിയതാണ്. നേരത്തെ മുനിസിപ്പൽ ചെയർമാനായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ലീഗ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭരണ പങ്കാളിത്തത്തിൽ ലീഗിന് വലിയ പങ്കാളിത്തം വേണ്ടിവരും എന്ന്. അതിൽ മനസ്സിലാകുമല്ലോ. മനസ്സിലാകുന്നുണ്ട്. പക്ഷെ താങ്കൾ ദയവായി ടെലിവിഷൻ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഫോൺ മാത്രം ഉപയോഗിക്കുക. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ രാകേഷ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം നേരത്തെ ലീഗിൻ്റെ കയ്യിലായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ കുറെ കൂടി വികസിപ്പിച്ച് കോർപ്പറേഷനായത്. ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ മേയർ സ്ഥാനം തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി അഥവാ മേയർ സ്ഥാനം കോൺഗ്രസിന് വേണമെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവർ തീർച്ചയായും ചോദിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ്സുകാരനായ രാകേഷിന് അറിയാമല്ലോ. തികച്ചും ഇപ്പോൾ താഹിർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ്. അദ്ദേഹം ഇപ്പോഴും വിശാലമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 2.5 വർഷം ലീഗും 2.5 വർഷം കോൺഗ്രസുമാണ് ഭരിച്ചത്. പക്ഷെ തൊട്ടടുത്ത പുഴാതി പഞ്ചായത്ത് കോൺഗ്രസ് മാത്രം ഭരിച്ച ഒരു പഞ്ചായത്താണ്. അതിന് തൊട്ടടുത്ത പള്ളിക്കുന്ന് പഞ്ചായത്ത് ഞാൻ ഉൾപ്പെടെ കോൺഗ്രസ് മാത്രം ഭരിച്ച ഒരു പഞ്ചായത്താണ്. എടക്കാട് പഞ്ചായത്ത് ഏറ്റവും അവസാനമായി കോൺഗ്രസ് മാത്രം ഭരിച്ച ഒരു പഞ്ചായത്താണ്. ഇതൊക്കെ ഉൾക്കൊണ്ട് കളയാവൂർ പഞ്ചായത്ത് CPM ഭരിച്ച പഞ്ചായത്താണ്. അതുപോലെ തന്നെ ചേലോറയും. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് പുതിയ കോർപ്പറേഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് 13 ഡിവിഷൻ മാത്രമാണ് കണ്ണൂർ മുനിസിപ്പൽ എന്ന് പറയുന്ന പഴയ മുനിസിപ്പാലിറ്റിയിലുള്ളത്. അപ്പോൾ ആ അവകാശവാദങ്ങളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മറ്റൊരു കാരണം, അത് മുൻപ് ഭരിച്ചതുകൊണ്ട് ഇത്തവണ അത് ഭരിക്കാൻ പോകുന്നത് പി കെ രാഗേഷ് ആർക്ക് പിന്തുണ നൽകും, ആ പിന്തുണയോടുകൂടി മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോഴും വളരെ ബോധപൂർവം മറന്നുകൊണ്ടാണ് ഈ നേതാവ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു. ഈ KP താഹിർ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് പഞ്ഞിക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വമുള്ള ഒരു ഡിവിഷനാണ്. അപ്പോൾ ആ സീറ്റ് എങ്ങനെ ഞങ്ങൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ പിടിവാശിക്ക് മുമ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. അവിടെ ഇപ്പം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് 600 വോട്ടാണ് കിട്ടിയത്. ആകെ 900 വോട്ട് മാത്രം മുസ്ലിം ലീഗിനുള്ള 3500 ടോട്ടൽ വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിലാണ്, ഒരു ഡിവിഷനിലാണ് അവിടെ പ്രബല കക്ഷി മുസ്ലിം ലീഗാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ പഠിക്കാതെ, അതായത് പഴയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഗിമ്മിക്കുകൾ നടത്തി മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കുക മാത്രമാണ്. ഇപ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഏതൊരു വിഡ്ഢിയുടെ സ്വർഗ്ഗലോകത്ത് ജീവിക്കുന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ താഹിർ, വളരെ വേഗത്തിൽ മറുപടി.
രാകേഷ് പള്ളിക്കുന്നിലെ രാഷ്ട്രീയകാര്യം മാത്രമാണ് രാകേഷ് മനസ്സിലാക്കിയത്. കണ്ണൂർ കോർപ്പറേഷനകത്ത് മുസ്ലിം ലീഗിന്റെ പ്രസക്തി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെറും പള്ളിക്കുന്നിലെ രാഷ്ട്രീയം മാത്രം കണ്ട് രാഷ്ട്രീയം പറയുന്നതിനോട് മറുപടി അറിയാൻ ഞാനില്ല. ഇല്ലല്ല, പള്ളിക്കുന്ന് മാത്രമല്ല രാകേഷ് പറഞ്ഞത്. ഈ മുനിസിപ്പാലിറ്റിയിൽ എത്ര 13 ഡിവിഷൻ മാത്രമേ പഴയ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി വരുന്നുള്ളൂ. അതിനോട് ചേർന്ന പഴയ പഞ്ചായത്തുകളുണ്ടല്ലോ, ആ പഞ്ചായത്തുകളെല്ലാം തന്നെയും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ 14 ഡിവിഷൻ ഉണ്ട്. അതുപോലെ പുഴാതി പഞ്ചായത്ത് നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പുഴാതി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിച്ചിരുന്നു. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ പിന്നെ ലീഗിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു പള്ളിക്കുന്ന് പഞ്ചായത്ത്. എന്തായാലും അതൊരു തർക്കമല്ല. കാരണം എന്താണെന്ന് അറിയാമോ, രാകേഷ് തന്നെ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. രാകേഷിന്റെ പിന്തുണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം. രാകേഷ് LDF-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പറഞ്ഞത് ഭരണ പങ്കാളിത്തത്തിൽ ഉണ്ടാകുമ്പോൾ ലീഗിന് വലിയ നല്ലൊരു പങ്കാളിത്തം വേണം എന്നതാണ് ലീഗിന്റെ ആഗ്രഹവും അവകാശവാദവും. ആ കാര്യങ്ങളൊക്കെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ വ്യക്തമായി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബും VK അബ്ദുൽ ഖാദർ മൗലവി സാഹിബും ജില്ലാ UDF-ന്റെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ശ്രീ P. ജയരാജൻ, ഈ അവസ്ഥയിൽ എന്തു പ്രതീക്ഷയാണ് LDF-നും CPM-നും ഉള്ളത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കഴിയുമോ? അതായത് ഞങ്ങള് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഒരു യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. രാകേഷ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 18 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അതിന്റെ പകുതി മാത്രമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് വലിയ ആളായിരുന്നു, വലിയ തറവാടായിരുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇപ്പോ കോൺഗ്രസിന്റെ പകുതി മാത്രമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടും മേയർ സ്ഥാനം അവകാശപ്പെടാം. അതെല്ലാം UDF-ന്റെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം UDF-നെ കൂടി തോൽപ്പിച്ച് ജയിച്ചിട്ടുള്ള കൗൺസിലറായിട്ടുള്ള രാകേഷ് നിൽക്കുമോ ഇല്ലയോ? അത് രാകേഷിന്റെ നിലപാടിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഞങ്ങളെന്താ അദ്ദേഹത്തിൽ അതിൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടത്തുന്ന ശ്രമമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ തുറന്നതാണ്. ആ തുറന്ന സമീപനം ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF-നെയും LDF-നെയും തോൽപ്പിച്ചുകൊണ്ടാണ് രാകേഷ് കൗൺസിലറായത്. ആ രാകേഷ് കോൺഗ്രസിനകത്ത് ചില നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ നിലപാടുകളിൽ പലതും LDF-ന് യോജിപ്പുള്ളതാണ്. ആ നിലപാടുമായിട്ട് അദ്ദേഹം തുടരുമോ അതല്ല നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കമ്മിറ്റി, അത് 18-ാം തീയതി മേയർ തെരഞ്ഞെടുപ്പ് വരെ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വരെ കമ്മിറ്റി ഉണ്ടാക്കി കോൺഗ്രസിനകത്ത് സുധാകരന്റെ ഏകാധിപത്യ നിലപാടുകളെ വെല്ലുവിളിക്കുന്നവരെ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് രാകേഷ് ശരിയായി തിരിച്ചറിയുമോ ഇല്ലയോ? രാകേഷാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. സംഗതി ഏറെക്കുറെ വ്യക്തമാണ്. അതായത് കെ സുധാകരന്റെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കാതെ നടക്കില്ല. കെ സുരേന്ദ്രനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുക, അത് നടക്കില്ല. മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുക, അതും നടക്കില്ല. സ്വാഭാവികമായിട്ടും രാകേഷിന് ഇനിയിപ്പോൾ CPM-ആയിട്ട് യോജിക്കാൻ മാർഗമുള്ളൂ. അദ്ദേഹത്തെ അല്ലെങ്കിൽ പ്രൊഫസർ KV തോമസിനെ. പക്ഷേ ആ വൈരുദ്ധ്യം CPM-ഉം രാകേഷും തമ്മിലൊരു വലിയ വൈരുദ്ധ്യം അവിടെ കിടക്കുന്നുണ്ട്. അതൊരു മറന്നാൽ തന്നെയും രാകേഷ് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ ജനിച്ച പാർട്ടിയിൽ തുടരാനാണ് എനിക്ക് ആഗ്രഹം. അതിപ്പോൾ ജനിച്ച പാർട്ടിയിൽ തുടരുന്ന എത്രയോ ആൾക്കാർ CPM പാളയത്തിലുണ്ട്. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഏത് പാർട്ടിയിലാണ് ജനിച്ച്? EK നായനാർ തോപ്പിച്ചിട്ടുള്ള അദ്ദേഹം പാർലമെന്റിലെത്തി. അദ്ദേഹം ഇപ്പോൾ എവിടെ? നമ്മുടെ ശശീന്ദ്രൻ എവിടെയാണ്? പീതാംബരം മാഷ് എവിടെയാണ്? അവരൊക്കെ കതർധാരികളായിട്ട് കോൺഗ്രസ്സുകാരായിട്ട് അവരൊന്ന് ആലിംഗനം ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളവർക്ക്. അല്ല, ആലിംഗനം ചെയ്യാൻ പറ്റുമല്ലോ, അതിലെ പ്രശ്നം. ഇവിടെ കെ സുധാകരനും സണ്ണി ജോസഫും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് KC ജോസഫാണ് അനുനയിപ്പിക്കാൻ പോകുന്നത്. നല്ല കാര്യമില്ല, നടക്കുന്ന കച്ചവടമാണോ ഇത്? ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ലീഗുകാരായിട്ട് സംസാരിച്ച് സബൂറാക്കാം. അത് വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം. 18 വരെ കാത്തിരിക്കേണ്ടി. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് PK രാഗേഷ്, P. ജയരാജനൊപ്പം തന്നെ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത